ഹലോ, വെൽക്കം ടു രമ്യാസ് ഫാമിലി വ്ളോഗ്. അപ്പോൾ വേളാങ്കണ്ണി യാത്രയുടെ മൂന്നാമത്തെ ദിവസമാണ്. നമ്മൾ ഹോട്ടലിനോട് ബൈ ബൈ പറയാണ്. ഇവിടെ നിന്ന് ഇറങ്ങുവാണ് രാവിലെ തന്നെ. അപ്പോൾ പപ്പ മാത്രമേ രാവിലെ ഇന്ന് പള്ളിയിൽ പോയിട്ടുള്ളൂ. നമ്മളൊക്കെ റെഡി ഇറങ്ങുവാണ്. കാരണം ഇന്നലെ ഈവനിങ് വരെ നമ്മൾ പള്ളിയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ വീട്ടിലോട്ടാണോ ചോദിച്ചാൽ ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സമയം അനുസരിച്ച് വേണം നമുക്കതൊന്ന് ക്രമീകരിച്ച് പോവാൻ എന്ന് വിചാരിക്കുകയാണ്. ഏതൊക്കെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മളെ ബെഡും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ പോവാണ്. നെക്സ്റ്റ് ടൈം ഇനി ഇങ്ങോട്ടേക്ക് വരവുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം അടുത്ത വർഷം നമ്മൾ പുതിയൊരു ഹോട്ടലിൽ ട്രൈ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. സോ അതുകൊണ്ട് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മൾ സാധനങ്ങളെല്ലാം വണ്ടിക്കകത്തോട്ട് ഇനി കയറ്റാണ്. കാരണം ഇനി നമ്മൾ ഇറങ്ങുകയാണല്ലോ. അപ്പം എല്ലാം തിരിച്ച് കയറ്റി റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശരവണ ഭവനിൽ തന്നെയാണ് പോയത്. രാവിലെ അവിടുന്ന് കഴിക്കുന്നത് ഒരു കംഫർട്ട് ഫീലാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഇവിടെ നിന്ന് ആക്കുന്നത്. പിന്നെ ഇത്തവണ ഡിന്നറും ഞങ്ങൾ അധികം ഇവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത്. 2 ദിവസവും ഡിന്നർ ഇവിടെ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാവരും കഴിച്ച് തിരിച്ച് നമ്മൾ ഹോട്ടലിലോട്ട് തന്നെ പോകാനുള്ള പരിപാടിയിലാണ്. കാരണം വണ്ടി നമ്മൾ എടുത്തിട്ട് വന്നിട്ടില്ല. അവിടെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് നമ്മൾ നടന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം തിരിച്ച് വീണ്ടും വണ്ടിയുടെ അടുത്തോട്ട് പോകണം. പോയതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്തവണത്തെ യാത്ര ഞാൻ പറഞ്ഞല്ലോ നല്ല സ്പെഷ്യലായിരുന്നു. ഒരു മഴയൊക്കെ കലർന്നൊരു ജേണി ആയിരുന്നു ഇത്തവണ എന്ന് പറയുന്നത്. ഹായ്, അപ്പോൾ നമ്മൾ വേളാങ്കണ്ണിയിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. സോ അപ്പോൾ അതിനിടയിൽ നമ്മൾ തഞ്ചാവൂർ റൂട്ട് പോകുന്നത് കൊണ്ട് അവിടെ ഒരു മറാത്ത പാലസ് എന്ന് പറഞ്ഞൊരിത് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മൾ അതുകൂടെ വിസിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ യാത്ര തുടങ്ങുന്ന അങ്ങോട്ടേക്കാണ്. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പള്ളിയിൽ പോയതും തിരിച്ചു വന്നതും ഒക്കെ ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഇതുവഴി. അപ്പം നമ്മൾ ആ ഷോർട്ട് കട്ട് വഴിയാണ് പോയതും വന്നതും ഒക്കെ. അപ്പം വണ്ടി നമ്മൾ 2 ദിവസമായി അനക്കിയിട്ട്. വന്നതിൻ്റെ അന്ന് ഇവിടെ പാർക്ക് ചെയ്തതായിരുന്നു. പിന്നെ ഇന്നാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇനി പറഞ്ഞല്ലോ നമ്മൾ മറാഠ പാലസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഒരു എന്താ പറയാ 2 ദിവസം കൂടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളൊരു യാത്രയാണ് കേട്ടോ. എല്ലാ തവണയും നമ്മൾ ഇറങ്ങുമ്പോൾ വിചാരിക്കും 2 ദിവസം കൂടെ നിന്നാൽ കൊള്ളാം. പക്ഷേ നമ്മൾ വന്ന എന്തിനാണോ അത് കഴിഞ്ഞു. നമ്മൾ പ്രാർത്ഥിച്ചു, മാതാവിനോട് ഒരു വർഷത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞാണ് തിരിച്ചിറങ്ങുന്നത്. അപ്പോൾ മനസ്സൊക്കെ ഭയങ്കര ശാന്തമായിട്ടാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. സോ നമ്മുടെ മെയിൻ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. തിരിച്ച് രാവിലെ നമ്മൾ വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും ഒരുപാട് ഇതുപോലത്തെ കുറച്ച് മൊമെന്റ്സുകൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ പ്രകൃതി തന്നെ നമുക്ക് തരുന്ന കുറച്ച് കാഴ്ചകളുണ്ട്. അത് നമ്മൾ ആസ്വദിച്ച് പോയി കഴിഞ്ഞാൽ യാത്രകൾ ഭയങ്കര മനോഹരമാണ്. ഇതൊരു ടോൾ പ്ലാസ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പണി നടക്കുകയാണെന്ന് തോന്നുന്നു. അതോ പണി തീർന്നിട്ട് ടോളൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് പൊളിക്കാണ്ടിരിക്കുന്നതാണോ എന്നും അറിയത്തില്ല. എന്തായാലും അവിടെയും നമ്മൾ കുറച്ച് സ്റ്റക്കായിട്ട് നിന്നിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇങ്ങോട്ട് പിന്നെ ചെറിയൊരു മഴക്കാറുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോഴും. മഴ പെയ്തില്ല, പക്ഷെ നല്ലൊരു മൂടലൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. പക്ഷെ കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. നമ്മൾ ഇറങ്ങിയ ടൈമിൽ റോഡിൽ അത്യാവശ്യം ഫ്രീ ആയിട്ട് കിടക്കുമായിരുന്നു. വണ്ടികളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഗതാഗത കുരുക്കൊന്നും ഇല്ലാതെ തന്നെ കുറേ ദൂരം പോകാനായിട്ട് പറ്റി. പിന്നെ തഞ്ചാവൂർ കയറിയതിന് ശേഷമാണ് ഇച്ചിരി തിരക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് തഞ്ചാവൂർ പാലസിലായിരുന്നു. അവിടേക്ക് എൻട്രി ചെയ്യുവാണ് നമ്മൾ. അപ്പോൾ നമുക്കിനി കുറച്ചു നേരം തഞ്ചാവൂർ പാലസിന്റെ വിശേഷങ്ങളെ പറ്റി കേൾക്കാം. അപ്പോൾ തഞ്ചാവൂരിലുള്ള ഒരു പ്രസിദ്ധമായ സ്ഥലമാണ് ഈ ഒരു തഞ്ചാവൂർ പാലസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എൻട്രി ചെയ്താൽ കാറിന് പാർക്കിംഗ് ഫീ ഉണ്ട്. അതുപോലെ എൻട്രി ഫീ എന്ന് പറയുന്നത് അഡൾട്ടിന് 50യും ദെൻ 5 to 12 years വരുന്ന ചൈൽഡിന് 20 ആണ് വരുന്നത്. ദെൻ നമുക്ക് പിന്നെ വീഡിയോ ക്യാമറ അതുപോലെ തന്നെ ഫോട്ടോ അങ്ങനെയൊക്കെ പേയ്മെന്റ് നമ്മൾ പ്രത്യേകം ചെയ്യണം. വീഡിയോക്ക് 200ഉം ക്യാമറയ്ക്കാണെന്നുണ്ടെങ്കിൽ 100ഉം ആണ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. അതുപോലെ ഇത് ഇന്ത്യൻസിന്റെ റേറ്റ് ആണ്. ഫോറിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ റേറ്റ്സിന് ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തഞ്ചാവൂർ പാലസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. സോ അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഈ ഒരു തഞ്ചാവൂർ എന്ന് കേൾക്കുമ്പോൾ മെയിനായിട്ട് എല്ലാവർക്കും ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ ബൃഹദീശ്വര ക്ഷേത്രമാണ്. പക്ഷെ അതിനടുത്തായിട്ടാണ് ഈ ഒരു തഞ്ചാവൂർ പാലസ് സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു പാലസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര നായക ഭരണാധികാരികൾ പണി കഴിപ്പിച്ച ഒരു കൊട്ടാരമാണിത്. അത് പിന്നെ പിന്നീട് മറാഠ രാജാക്കന്മാരുടെ ആസ്ഥാനമായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പറയുന്നത് പോലെ അക്കാലത്ത് രാജകീയ പ്രൗഢി വിളിച്ചോന്ന അതിമനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയായിട്ടായിരുന്നു ഈ ഒരു പാലസ് വന്നിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് ആ ഒരു പാലസിന്റെ ആർട്ട് ഗാലറിയിട്ടുള്ള എൻട്രൻസ് ആണ്. അപ്പോൾ ഈ ഒരു ആർട്ട് ഗാലറിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അതായത് ഈ ചോള കാലഘട്ടത്തിലെ വെങ്കല പ്രതിമകളും കല്ലിൽ തീർത്ത ശില്പങ്ങളുമാണ് മെയിനായിട്ട് ഈ ഒരു ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതെല്ലാം അതിൻ്റെ ഒരു എൻട്രൻസിൽ വരുന്ന ഫസ്റ്റ് സ്കൾപ്ചേഴ്സ് ആണ്. ദെൻ ഇത് അതിനുള്ളിലെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കുറച്ച് ഗാർഡനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത്യാവശ്യം തിരക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ തിരക്കില്ല, എന്നാലും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ കാരണം ഈ പറഞ്ഞതുപോലെ ഒരു ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കുമല്ലോ കൂടുതലും വരുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ പോരുന്ന വഴിയിൽ നമ്മളൊന്ന് കയറിയെന്നേ ഉള്ളൂ. ഈ പറഞ്ഞ ഹിസ്റ്ററി പ്ലേസസ് പോകുന്നതും അതിൽ ഹിസ്റ്ററി റിലേറ്റഡ് ഭയങ്കര അറിവുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ഇതെല്ലാം അവിടുത്തെ ഈ പറഞ്ഞതുപോലത്തെ ശില്പങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു സ്ഥലത്ത് വരുവാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ആർട്ട് ഗാലറിക്ക് മുന്നേ തന്നെ ഒരു സരസ്വതി മഹൽ ലൈബ്രറി കൂടെ ഉണ്ട്. ആക്ച്വലി നമ്മൾ അതിനകത്തോട്ട് പോയിട്ടില്ലായിരുന്നു. അതിൽ സത്യം പറഞ്ഞാൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴയ ഒരു ലൈബ്രറികളിൽ ഒന്നാണ് ഈ ഒരു സരസ്വതി മഹൽ ലൈബ്രറി. അപ്പോൾ അതിൽ കൂടുതലും വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു താളിയോല ഗ്രന്ഥങ്ങളുടെ ഒരു അപൂർവ ശേഖരമാണ് ഈ ഒരു ലൈബ്രറിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ഈ സരസ്വതി മഹൽ ലൈബ്രറിയിൽ ഒരുപാട് താളിയോലകൾ, അതായത് ഒരുപാട് പഴക്കമുള്ള താളിയോലകളും അതിനുശേഷമുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഈ ഒരു ആർട്ട് ഗാലറിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് നടരാജ വിഗ്രഹമാണ്. അപ്പോൾ ഈ നടരാജ വിഗ്രഹത്തിന്റെ ഒരുപാട് ടൈപ്പിലുള്ള സ്കൾപ്ചേഴ്സ് ആക്ച്വലി ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു ചോഴ കാലഘട്ടത്തിലെ മികച്ച ഒരു വെങ്കല നിർമ്മാണ വൈദഗ്ധ്യത്തിന് നമുക്ക് ഈ ഒരു ഉദാഹരണമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വിഗ്രഹങ്ങളൊക്കെ പറയാം. അതുപോലെ നെക്സ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ദർബാർ ഹാളാണ്. അപ്പൊ ഈ ഒരു ദർബാർ ഹാളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു മറാഠ രാജാക്കന്മാരുടെ സഭയൊക്കെ അവർ കൂടിയിരുന്നത് ഈ ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഈ ഒരു ദർബാർ ഹാളിനകത്ത് കുറേ സ്റ്റാച്യൂസ് തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഹാള് നല്ല മനോഹരമായിട്ടുള്ള പെയിന്റിങ്സും അതുപോലെ നല്ല ഉയരത്തിലൊക്കെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ നമുക്ക് അതിന് ചുറ്റും എന്ന് പറയുന്നത് നല്ല മനോഹരമാണ്. ആക്ച്വലി ആ ഒരു സ്കൾപ്ചേഴ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നതെല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പഴയകാല ഇതേപോലെ പാത്രങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പഴയ ആ ഒരു രാജഭരണകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, നമുക്കിത് കാണാനായിട്ട്. അപ്പൊ ഇതെല്ലാം പൂജാ സാധനങ്ങളാണ്. ആ സമയത്ത് പൂജയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ, അതിന്റെ വലിയ വിഗ്രഹം, ചെറുത്, അങ്ങനത്തെ പല സൈസിലുള്ള വിഗ്രഹങ്ങൾ. അപ്പൊ ഇങ്ങനെ പല സാധനങ്ങളും നമുക്ക് ഇവിടെ അവർ ഈ പറയുന്നത് പോലെ കാണാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മറാഠ കൊട്ടാരത്തിന്റെ ഒരു ചെറിയ മിനിയേച്ചർ രൂപം ഈ ഒരു ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ചെറിയ വുഡ് എന്തൊക്കെയൊക്കെ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്. ആക്ച്വലി നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള പ്രതിമകളും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. പല സമയത്ത് ഉണ്ടാക്കിയത്, എല്ലാത്തിനും അത്യാവശ്യം നല്ല പഴക്കമുണ്ട് ഈ പറഞ്ഞ രീതിയിൽ. പിന്നെ കല്ല് കൊണ്ടുള്ള ശില്പങ്ങളും അങ്ങനെ പല ടൈപ്പിലുള്ള ശില്പങ്ങളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ ഒരു കമനീയ ശേഖരം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ പോയ സമയത്ത് തന്നെ അവിടെ വേറെ ആൾക്കാർ ഇതെല്ലാം കാണാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശില്പങ്ങളുടെയൊക്കെ പിന്നിൽ ഒരുപാട് കഥകളുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത് കോട്ടയുടെ മുകളിലേട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഈ തിമിംഗലത്തിന്റെ ഒരു സ്കെൽട്ടൺ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതും അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്കെൽട്ടൺ കാണുന്നത്, ഈ ഒരു തിമിംഗലത്തിന്റെ ഒക്കെ. അപ്പൊ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അതവിടെ വന്നതെന്നും അത് എന്തുകൊണ്ട് അവിടെ വെച്ചിരിക്കുന്നു എന്നുള്ള ഡീറ്റെയിൽ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. then ഈ കോട്ടയുടെ മുകൾ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാണാനായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല. ഇതിനെ നമുക്കിങ്ങനെ ജസ്റ്റ് ഈ പറഞ്ഞതുപോലെ നമുക്ക് കണ്ടിട്ടൊക്കെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം. അതിനുള്ള ഒരു സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഈ ഒരു കോട്ടയുടെ സൈഡിലോട്ടുള്ള വാതിലിലോട്ടൊക്കെ പോയി.
അപ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രത്യേകിച്ചിട്ട് കാഴ്ചകളായിട്ടൊന്നുമില്ല. നമുക്കൊരു കോട്ടയുടെ സൈഡിലോട്ടുള്ള കുറേ തൂണുകളും അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സൈഡ് സ്ഥലങ്ങളോ അങ്ങനെയൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ചരിത്രമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടുത്തെ ഒരു സമയക്രമം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ആക്ച്വലി ഇത് ഓപ്പൺ ആയിരിക്കുക. ദെൻ ഉച്ചയ്ക്ക് 1 മണി മുതൽ ഒരു 1:30 വരെയൊക്കെ ഇടവേളയായിരിക്കും. ആ ടൈം നമുക്ക് ടിക്കറ്റ് കിട്ടത്തില്ല. പിന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അതായത് ടിക്കറ്റ് നിരക്കുകളും എല്ലാ കാര്യങ്ങളും തമിഴ്നാട് ടൂറിസം വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. തമിഴ്നാട് ടൂറിസം വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് തഞ്ചാവൂർ പാലസ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഇതിലെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടും. കാരണം ഒരുപാട് ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആയതുകൊണ്ടും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളിവിടെ നിന്ന സമയത്ത് തന്നെ ഒരുപാട് സ്കൂൾസിൽ നിന്നും കോളേജസിൽ നിന്നും ഒക്കെ കുട്ടികളൊക്കെ ഇവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ കേരളത്തിൽ നിന്നൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ദൂരം അത്യാവശ്യം ഉള്ളത് കൊണ്ട് സ്കൂളിലെ കുട്ടികളെയൊക്കെ ഇങ്ങനെ ക്രോഡീകരിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. എന്നാലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ ചരിത്രത്തിലെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലത്തിനെ പറ്റി ഒരുപാട് ഐഡിയാസ് ഒക്കെ കിട്ടും അവർക്ക് ഇത് കാണുമ്പോൾ. നമ്മുടെ ഇവിടെ ഈ പത്മനാഭ സ്വാമിപുരം ക്ഷേത്രത്തും അതുപോലെ തന്നെ പാലസിലൊക്കെ പോകുന്നത് പോലെ തന്നെ നമുക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു തഞ്ചാവൂർ പാലസ് എന്ന് പറയുന്നത്. അങ്ങനെ തഞ്ചാവൂർ പാലസിന്റെ കാഴ്ചകൾ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വരണ വഴിയിൽ നല്ല ഫ്രഷ് പേരക്കയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ യാത്ര അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. പാലസിൽ നിന്ന് ഇറങ്ങി നമ്മൾ യാത്ര തിരിച്ചപ്പോൾ തന്നെ ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ വേറെ ഒരിടത്തും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. പേരക്കയൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റായി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കണ്ടിന്യൂസ് പിന്നെ ട്രാവൽ തന്നെ ആയിരുന്നു. പിന്നെ ഇതിന്റെ ഇടയിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് അങ്ങനെ വരികയായിരുന്നു. പിന്നെ 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് അന്വേഷിച്ച് തുടങ്ങി. അപ്പൊ ഏകദേശം 1:45 ആയപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു ഹട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ എന്ന് വെച്ചാൽ എല്ലായിടത്തും വെജിറ്റേറിയൻ ഫുഡുകളായിരുന്നു. അപ്പം നമ്മൾ ഇന്നെങ്കിലും ഒരു നോൺ വെജ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ അവരുടെ മെനുവും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. മെനു ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. പിന്നെ അതിന്റെ കൂടെ കഴിക്കാനായിട്ട് മട്ടൻ കറിയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ചിക്കൻ റൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 ഐറ്റമാണ് നമ്മൾ ഫുഡിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതിന് ശേഷം കുറച്ച് നേരം നമ്മൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷമാണ് കയറിയിട്ടുണ്ടായത്. കാരണം ഫുഡ് കഴിച്ച ഉടനെ നമ്മൾ വണ്ടി കയറി ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് നമ്മൾ കുറച്ച് അവിടെ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും 2-3 സ്ഥലങ്ങളിൽ കൂടെ പോകണം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ തഞ്ചാവൂർ പാലസിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഇനി ഒരിടത്തും പോണ്ട എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തി. കാരണം നൈറ്റ് ഒരുപാട് നേരം ലേറ്റ് ആയി കഴിഞ്ഞാൽ ഉറങ്ങാനും ലേറ്റ് ആവും. അപ്പം അത് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലോട്ട് തന്നെ പോവാം എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തി. അത് മാത്രമല്ല മഴയുടെ ലക്ഷണവും നമുക്ക് കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട വേറൊരിടത്തും പോണ്ട എന്നുള്ള ഇതിലോട്ടായി. അത് മാത്രമല്ല നമുക്ക് തഞ്ചാവൂർ റൂട്ട് ആയതുകൊണ്ട് ഇച്ചിരി സമയം കൂടെ നമുക്ക് എടുക്കുന്നുണ്ട്. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ഒത്തിരി ഫ്രൂട്ട്സ് വെച്ചിരിക്കുന്ന കടകൾ കണ്ടു കേട്ടോ. ഞങ്ങൾ അതിലൊരു ഫ്രൂട്ട്സ് കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ. ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് ഒരു സ്പെഷ്യൽ സാധനം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അത് ടേസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 1-2 പഴങ്ങൾ സ്പെഷ്യലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരു ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്ന ഒരു പഴം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ഇങ്ങനെ അവരോട് കട്ട് ചെയ്തിട്ട് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവര് നന്നായിട്ട് വാഷ് ചെയ്ത് അത് കട്ട് ചെയ്ത് എനിക്ക് തരുന്നുണ്ടായിരുന്നു. സാധാരണ അതിന്റെ കൂടെ അവരൊരു മസാലപ്പൊടി കൂടെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ അത് വേണ്ടാന്ന് പറഞ്ഞു. അല്ലാതെ അവർ കട്ട് ചെയ്ത് എനിക്ക് തരുകയാണ് ചെയ്തത്. ഇളന്തപ്പഴം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കുന്നത്. ഇത് മസാല ഇട്ട് കഴിച്ചാലായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നും. ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ആ പഴത്തിന്റെ പേരെന്ന് പറയുന്നത് ഇളന്തപ്പഴം എന്നാണ്. സംഭവം എന്ന് പറയുന്നത് നമുക്ക് ആപ്പിളിന്റെ ഒരു ടേസ്റ്റ് ആയിട്ടൊക്കെ വരും. പക്ഷെ
ആപ്പിൾ പോലെയല്ല, ടേസ്റ്റ് നല്ല ഡിഫറെൻ്റ് ആണ്. പക്ഷെ അതുപോലെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു പഴമാണെന്ന് തോന്നി. പിന്നെ അവർ പറഞ്ഞ പോലെ ആ മസാല കൂട്ടി കഴിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നാന്ന് തോന്നുന്നു. കാരണം ഞാൻ മസാല മേടിച്ചിട്ടില്ലായിരുന്നു, അല്ലാതെ കട്ട് ചെയ്താണ് ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനത് വീട്ടിലോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. വീട്ടിലോട്ട് മേടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് കഴിച്ചായിരുന്നു ഞങ്ങൾ. പിന്നെ തിരിച്ചു വരുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. മലകൾ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദൂരെ നിന്ന് കാണാൻ ഭയങ്കര രസമാണ്. ക്യാമറയിൽ അത്രയും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം അത് ഡയറക്റ്റ് കാണുമ്പോൾ കിട്ടുന്നൊരു ഭംഗി എന്ന് പറയുന്നത് ആ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് കേട്ടോ. നമുക്ക് അവിടെ ഇറങ്ങാനൊക്കെ തോന്നും നമുക്ക്. പക്ഷെ ഞങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും ഇറങ്ങിയില്ല. നേരെ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഒക്കെ ഇങ്ങനെ മൊബൈലിലെടുത്ത് ഞങ്ങൾ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇടയ്ക്ക് 1-2 സ്ഥലത്ത് പെട്രോൾ അടിക്കാനും കാര്യങ്ങൾക്കായിട്ടൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയും നമുക്ക് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഹേനു ബേബി പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ലൊരു ഉറക്കത്തിലോട്ട് പോയി. പപ്പയും അമ്മയും ഒന്ന് ഇടയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഉറങ്ങി കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് എണീക്കുകയാണ് ചെയ്തത്. ഇവിടെ ഒരു സംഭവം കണ്ടിട്ട്, ഇതെന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ വീഡിയോയിൽ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പാലം അതിന്റെ മുകളിൽ കൂടെ പോകുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഇതെന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് ഞാനും ഇച്ചാനും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. എന്താ സംഭവം ഇത് ഒന്നും മനസ്സിലായില്ല. അറിയാന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതിന്റെ 2 സൈഡും ഉണ്ട്. ഒരു പാലം മുകളിൽ കൂടെ പോകുന്നുണ്ട്. അതിന്റെ 2 സൈഡിലും ഇതുപോലൊരു കുഴി പോലെ എന്തോ കുഴിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്നുണ്ടെങ്കിൽ അറിയാന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞു തരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഫോണിൽ കാണുന്ന പോലെ അല്ല, ആക്ച്വലി നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇടയ്ക്ക് ഞങ്ങളൊരു ടോളിൽ നിർത്തിയപ്പോഴത്തേക്കും ഇതുപോലെ വെള്ളരിക്കയും പൈനാപ്പിളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ മുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അതൊക്കെ മേടിച്ച് കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് വെള്ളരിയായിരുന്നു അത്. ഒരു എന്താ പറഞ്ഞേ, നമ്മുടെ ഇവിടെ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉള്ളൊരു വെള്ളരിക്കയായിരുന്നു. നമ്മുടെ ഇവിടെ കിട്ടുന്നത് നാടനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒത്തിരി പലഹാരങ്ങളുണ്ടായിരുന്നു. അപ്പം ഈ ചായനൊരു മധുരമുള്ളൊരു സംഭവമാണ് മേടിച്ചത്. ഞാൻ പിന്നെ ഉഴുന്നുവട കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉഴുന്നുവടയും ചമ്മന്തിയും ഭയങ്കര ഇഷ്ടമാണ്. സോ പക്ഷെ നമ്മുടെ ഇവിടുത്തെ ചമ്മന്തി അല്ല കേട്ടോ. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു ആ ചമ്മന്തിക്ക്. എനിക്കത് ചമ്മന്തി വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ ചായ സെറ്റായിരുന്നു. എനിക്ക് ചായ എവിടെ പോയാലും കുടിക്കണം. നല്ല ടേസ്റ്റ് കേട്ടോ അവരുടെ ആ ഒരു ചായയൊക്കെ. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഇതുപോലെ ചുവന്ന ഒരു കളറായിരുന്നു ആകാശം. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അധികം ഒരിടത്തും നിർത്തിയില്ല. നേരെ ഒരു എന്താ പറയാ, എത്രയും പെട്ടെന്ന് നമുക്ക് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലായിരുന്നു നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. എല്ലാവരും ചായ കുടിച്ച് ഫ്രഷ് ആയതുകൊണ്ട് തന്നെ വിശപ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡിന്നർ കഴിക്കാൻ മാത്രമാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് വണ്ടി. അതുവരെ നിർത്തലൊന്നും ഉണ്ടായിരുന്നില്ല. മാക്സിമം കവർ ചെയ്യാൻ നോക്കിയതാണ്. കാരണം എത്രത്തോളം നേരത്തെ എത്തും അത്രത്തോളം ഉറങ്ങാമല്ലോ എന്നുള്ള ഇതായിരുന്നു. പിന്നെ നമ്മൾ ഡിന്നറിന് കഴിക്കാനായിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല സെറ്റപ്പാ. പാർക്കിങ്ങിന് നല്ല സൗകര്യമുണ്ട്. പിന്നെ പാർക്കുണ്ട്, കുട്ടികൾക്കുള്ള പാർക്ക് അവിടെ ഉണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ അവിടെ പറ്റും. ഹേനു ബേബി പിന്നെ ഫുഡ് കഴിച്ചിട്ട് പാർക്കിൽ ഇറങ്ങാം എന്നുള്ള രീതിക്ക് അങ്ങ് ഫുഡ് കഴിക്കാനാണ് ആദ്യം പോയത് നമ്മള്. അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവരുടെ പാരൻസ് ഒക്കെ സൈഡിൽ ഇങ്ങനെ കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു ഫസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് പൊറോട്ടയും ചിക്കൻ കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്രേവി പറഞ്ഞു. പിന്നെ പപ്പ ദോശയാണ് കേട്ടോ പറഞ്ഞത്. ഞാനൊരു നൂഡിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നൂഡിൽസ് ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ അവിടുത്തെ. ഭയങ്കര സ്പൈസി ആയിരുന്നു. മാത്രമല്ല ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. എനിക്ക് കഴിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടുത്തെ ഫുഡ്. കുറേ നേരം നമ്മൾ പുറത്തൊക്കെ നിന്നതിന് ശേഷം പിന്നെ വീണ്ടും തിരിച്ച് വണ്ടിയിലോട്ട് കയറി. പുറത്ത് നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഹോട്ടലാട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ സൈഡിൽ ഇരിക്കാനൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. മാത്രമല്ല കുഞ്ഞുങ്ങളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ പാർക്കിൽ കുഞ്ഞുങ്ങളെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യിപ്പിക്കാം. അങ്ങനെ കുറേ പുറത്ത് നല്ലൊരു സെറ്റപ്പാണ്. അകത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഫുഡിന്റെ കാര്യത്തിൽ പൊറോട്ടയൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നെന്നാ പറഞ്ഞത്. ദോശ, പൊറോട്ട, പിന്നെ ഒരു ലൈം ജ്യൂസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. അതൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നൂഡിൽസ് ഭയങ്കര ഫ്ലോപ്പായിട്ട് ഫീൽ ചെയ്തു. അത് എനിക്കങ്ങനെ തോന്നിയതാണോ എന്നും എനിക്കറിയത്തില്ല. കാരണം അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ പറയാം.
അവർക്ക് അറിയായിരിക്കും. ഡെയിലി നമുക്ക് 1-2 തവണ കഴിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ടാവും. എനിക്കെന്തോ നൂഡിൽസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റോഡ് ഇച്ചിരി പ്രശ്നമായിരുന്നു. കാരണം റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കറങ്ങിയൊക്കെ നമുക്ക് പോവേണ്ടി വന്നു. അങ്ങനെ കുറച്ച് സമയം നമുക്ക് വെറുതെ പോയി. കാരണം ഇത് ഷോർട്ട് കട്ട് വഴിയൊക്കെ നമ്മൾ കയറിയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് റോഡും അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. അപ്പം അതിൻ്റെ ഇഷ്യൂസും ഉണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ പറ്റില്ല. ഡൈവേർഷൻ കാണിച്ച ആ ഒരു ഡയറക്ഷനിൽ തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് ലോറികൾ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. അവരൊക്കെ ഇനി നൈറ്റ് ആയിരിക്കും പോകുന്നതെന്ന് തോന്നുന്നു. ഒത്തിരി ലോറികൾ കിടപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് മെയിൻ റോഡ് കയറിയതിന് ശേഷം പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ വീട്ടിലെത്താനുള്ളൊരു ഇതായിരുന്നു. കാരണം കുഞ്ഞും ഉറങ്ങി അങ്ങനെ സെറ്റായിട്ടിരിക്കാൻ അവൻ്റെ ഉറക്കം ഇനി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ഇത് തന്നെയായിരുന്നു. പിന്നെ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരിച്ച് വന്നപ്പോൾ ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അങ്ങോട്ട് പോയപ്പോഴും അവിടെ താമസിച്ചപ്പോഴും ഒക്കെ അടിപൊളിയായിരുന്നു. ഇത്തവണത്തെ ജേണി എന്ന് പറയുന്നത് എപ്പോഴത്തെക്കാളും ഭയങ്കര സ്പെഷ്യൽ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മഴ ടൈമിൽ നമ്മൾ ഞാൻ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു ഈ യാത്ര. പിന്നെ ഈ വർഷം നമ്മൾ ഡിസംബറിലാണ് പോയത്. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ നവംബറിലൊക്കെ പോകുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും കേട്ടോ. പക്ഷെ ഇത്തവണ അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ വർഷവും ഞങ്ങൾ പോകുന്ന വേളാങ്കണ്ണി യാത്ര എപ്പോഴും സ്പെഷ്യൽ തന്നെയാണ്. കാരണം വേളാങ്കണ്ണിയിൽ എല്ലാ വർഷം പോകുന്നവർക്ക് അറിയാൻ പറ്റും അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഫീൽ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഫീൽ ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ പോയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണെന്ന് പറയണ പോലെയാണ്. എല്ലാ വർഷവും മാക്സിമം പോവാറുണ്ട്. പറ്റുന്ന എല്ലാ വർഷവും നമ്മൾ പോവാറുണ്ട്. അപ്പോൾ അടുത്ത വർഷവും പോവാൻ പറ്റട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. വേളാങ്കണ്ണി പോകണം എന്ന് വിചാരിച്ച് പോകാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അവർ നമ്മുടെ വീഡിയോ കാണുക. മാക്സിമം നമ്മൾ കവർ ചെയ്ത് കയറ്റിയിട്ടുണ്ട്. വീഡിയോസിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തവണ ഈ റിപ്പീറ്റ് നമ്മൾ ചെയ്യാണ്ടിരുന്നത്. സോ അപ്പം നമ്മുടെ വീഡിയോസ് 3 ദിവസത്തെയും വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇനിയുള്ള ജേർണീസ് നമ്മൾ കാണിക്കുന്നതാണ്. ഇനിയുള്ള ട്രാവൽ വ്ളോഗുകളെല്ലാം വരുന്നതാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ വേളാങ്കണ്ണി വീഡിയോയിൽ കിട്ടിയ സപ്പോർട്ട് ഈ വീഡിയോയ്ക്കും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഞങ്ങളുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഹേനു ബേബി ഉറങ്ങിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലോട്ട് കയറാം. രാവിലെ ഏകദേശം ഒരു 8:45 ആയപ്പോഴാണ് നമ്മൾ കാറിനകത്തോട്ട് കയറി ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 10:45 നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഹേനു ബേബി ഉറക്കമായി. നമ്മളിനി വീട്ടിനകത്തോട്ട് കയറുമ്പോൾ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആവാണ്. അടുത്ത വർഷം ഇതുപോലെ തന്നെ വേളാങ്കണ്ണി വീഡിയോ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.